പണ്ട് നമ്മളൊക്കെ ചെറിയ പാഠപുസ്തകത്തിൽ പഠിച്ചിരുന്നൊരു പാട്ടുണ്ടായിരുന്നു. റാഗിപ്പറക്കുന്ന ചെമ്പരിന്തേ നീയുണ്ടോ മാമാങ്കം വേല കണ്ടോ, വേലയും കണ്ട് വിളക്കും കണ്ടോ എന്നൊക്കെ തുടങ്ങുന്നൊരു പാട്ടാണ്. അത് ഈ റാഗി പറന്ന് നടക്കുന്ന ചെമ്പരിന്താണ്. അത് TM ജേക്കബ് സാറോ മറ്റോ വന്നപ്പം റാഗിപ്പറക്കൽ മാറ്റി വാനിൽ പറക്കലാക്കി. ഇപ്പം ഞാനിത് ഓർക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാട്ട് ഒന്ന് രണ്ട് പഴഞ്ചൊല്ലുകളോടൊപ്പമാണ് ചേർത്ത് ഓർത്തു പോയത്. ആടിനറിയുമോ അങ്ങാടി വാണിഭം എന്ന് പറയുന്നതും പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്നൊക്കെയുള്ള ഉദാഹരണം കൂടി ചിന്തിച്ചു പോയി. നമ്മുടെ ബഹുമാന്യനായ മാധ്യമപ്രവർത്തകൻ നിരവധി മാധ്യമങ്ങളിൽ റാഗി പറന്ന ശേഷം ഇപ്പോൾ മീഡിയ വണ്ണിൽ വന്നിരിക്കുന്ന നിഷാദ് റാവുത്തർ സാറ് ഇന്നലെ വളരെ അർത്ഥഗർഭമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, എങ്ങനെ റാഞ്ചാനാവും കേസിക്ക്? അതിനെന്താണ് കേസിയുടെ അർഹത? ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇത് കണ്ടാൽ നമുക്ക് തോന്നുക, നമ്മളിലെ തയ്യക്കടയിൽ തുണി അളവിന് കൊടുക്കാൻ വന്ന് നിൽക്കുന്ന ആരാണ്ടെടുത്ത് അളവെടുക്കുന്നത് പോലെ പുള്ളിയോട് ആരാണ്ട് ആവശ്യപ്പെട്ടു ആർക്കാണ് അർഹത എന്ന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ ആർക്കാണ് ഈ പറയുന്നത് പോലെ യോഗ്യതയെന്ന് തീരുമാനിക്കാൻ. ഈ മാധ്യമ ചർച്ചകളിലൊക്കെ ഇരുന്ന് കേരളത്തിൻ്റെ സമഗ്ര സംഗതികളൊക്കെ വല്ലാതെ വിലയിരുത്തി എല്ലാവർക്കും മാർക്കിടാനുള്ള അർഹത ഈ നിഷാദ് റാവുത്തർ സാറിന് എന്താണുള്ളത്? മഴിവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ച പരശുരാമൻ്റെ എന്തെങ്കിലും ബന്ധുവാണോ? അതോ സ്വാതന്ത്ര്യം എന്തെങ്കിലും പിടിച്ചു വാങ്ങിയ കേരളത്തെ രൂപീകരിക്കുന്നതിൽ അതുല്യമായ പങ്കുവഹിച്ച കുടുംബത്തിലെ എന്തെങ്കിലും അംഗമാണോ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള മതം സ്വീകരിക്കലോ സ്വീകരിക്കാതിരിക്കലോ ഒരു മാർഗമാക്കിയെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലിൽ ജോലി ചെയ്യുന്നു. അവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് പ്രധാനം എന്ന് പറയുന്നത് പോലെ, നിങ്ങൾ അവിടെ ഒരു എൻറ്റിറ്റി ആണെങ്കിൽ മറുവശത്ത് ഒരു പാർട്ടി ഒരു എൻറ്റിറ്റിയാണ്. ആ പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് ഏത് ആളിനെ വേണം മുഖ്യമന്ത്രിയാക്കാനെന്ന്. നിറഞ്ഞു നിന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആക്കണോ? മുൻ പ്രതിപക്ഷ നേതാവും പാർട്ടിയിലെ സീനിയറുമായ രമേശ് ചെന്നിത്തലയെ ആക്കണോ? ദേശീയ ജനറൽ സെക്രട്ടറിയും ഈ പറയുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും കേരളത്തെ വളരെ സജീവ ശ്രദ്ധയോടെ പരിഗണിച്ച KC വേണുഗോപാലിനെ ആക്കണോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് മാത്രമാണ്. ഇപ്പോൾ പ്രമോദ് രാമനെ മീഡിയ വൺ ഡയറക്ടർ ആക്കിയത് എന്തിനാണെന്ന് പിന്നെ നമ്മളതിനെ ബാക്കിയുള്ള ചാനലുകാർ തീരുമാനിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? തേങ്ങാവെള്ളം കുടിക്കാൻ വരുന്ന പട്ടി കൊപ്രാവല തിരക്കണമെന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് ആ സംഗതി. KC വേണുഗോപാലിന് എന്താണ് അർഹത എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഈ ചാനലും ഇതിൻ്റെ സന്ദേശവും ഇതിൻ്റെ പശ്ചാത്തലവുമൊക്കെ ആകെ എത്ര നാളായി ഈ മുന്നണിയെയും ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തെയും ഒക്കെ ഒരു പോസിറ്റീവായി കാണാൻ തുടങ്ങിയിട്ട്, സംസാരിക്കാൻ തുടങ്ങിയിട്ട്? എല്ലാ കാലത്തും ചരിത്രപരമായി ഈ മുന്നണിയെയും ഈ രാഷ്ട്രീയത്തെയും ഇല്ലാതാക്കണം എന്ന് അഹോരാത്രം എല്ലാ സന്ദർഭങ്ങളിലും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ആവർത്തിച്ചൊന്നും പറയുന്നില്ല. ഒരുപാട് പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകളും കിടപ്പുണ്ട്. ഒരുപാട് പേരുകളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. K. കരുണാകരൻ, ശശി തരൂർ, ഓർമ്മ വരുന്ന പേരുകളാണ്. ഞാനതിൻ്റെ ഒന്നും കഥയിലേക്ക് പോകുന്നില്ല. പൊന്നാനി തെരഞ്ഞെടുപ്പ്, അബ്ദുൽ നാസർ മദനി, KT ജലീൽ, PV അൻവർ, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, ഇങ്ങനെ എന്തെല്ലാം സന്ദർഭങ്ങളും സംഭവങ്ങളും മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത്, ആർക്കാണോ പിന്തുണ നൽകുന്നത്, അവരെ കേരളം തിരസ്കരിക്കുകയും ആരെയാണോ എതിർക്കുന്നത് അവരെ കേരളം അംഗീകരിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് നിഷാദയുള്ളത്. വേണമെങ്കിൽ നിഷാദുമായ അക്കാര്യത്തിൽ നമുക്ക് ഇരുന്ന് നേർക്ക് നേരെ ഇതുപോലൊരു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ KC വേണുഗോപാലിന് എന്താണ് അർഹത എന്ന് ചോദിച്ചാൽ, KC വേണുഗോപാൽ എന്താ വേറെ ഏതാണ്ട് പാർട്ടിയിൽ നിന്ന് യാതൊരു പരിചയവും ഒരു പ്രവർത്തനവും ഇല്ലാതെ ഇപ്പോൾ കേരളത്തിൽ BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയതുപോലെ ഇറങ്ങി വന്ന ആളാണോ? അയാൾക്ക് അയാളുടേതായ പശ്ചാത്തലമുണ്ട്, അയാൾ കടന്നു വന്ന വഴികളുണ്ട്, അയാൾ നൽകിയ സംഭാവനകളുണ്ട് എന്ന് അയാളുടെ പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. ആ തീരുമാനമെടുക്കാനുള്ള അവകാശം അയാളുടെ പാർട്ടിക്കാണെന്നുണ്ട്. സുധാമേനോൻ ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടിട്ടുണ്ട്. ഞാനത് വിശദമായി അതിലേക്കൊന്നും പോകുന്നില്ല. ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആളിനെ നിഷാദ് അവിടെ ഇരുന്ന് അളവെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ, ഇല്ല, നിങ്ങൾ കൈവച്ചിരിക്കുന്ന ഈ നിക്കറ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തലയിലിടാനേ പറ്റുള്ളൂ, അത് വേറൊരാൾക്ക് ചേരില്ല. ആ വലിപ്പത്തിൽ നിങ്ങളതിനെ കാണരുത്. അപ്പോൾ അതുകൊണ്ട്
ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അവരുടെ പോസ്റ്റിലേക്കൊന്നും പോകുന്നില്ല. അതിൽ സുധാ മേനോൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് KC വേണുഗോപാൽ ആരാണ്, എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. അങ്ങനെ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് കോൺഗ്രസിലെ ഓരോ നേതാക്കളും. ഞാനിപ്പോൾ KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് VD സതീശൻ മോശമാണെന്നും രമേശ് ചെന്നിത്തല മോശമാണെന്നും അല്ല, അവർക്കൊക്കെ അവരുടേതായ പ്രൊഫൈലുണ്ട്. പക്ഷേ നിങ്ങൾക്കത് എന്താണ് അവകാശം എന്ന് ചോദിക്കാൻ യാതൊരു അർഹതയുമില്ല. അങ്ങനെ ഒരാളുടെ പേര് ടാഗ് ചെയ്ത് നിങ്ങൾ ചർച്ച നടത്തേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ ഈ തീരുമാനത്തിൽ? നിങ്ങൾക്ക് വ്യക്തിപരമായുണ്ടോ, ചാനലിനുണ്ടോ, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ടോ? അങ്ങനെ പാടില്ലല്ലോ. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിനെ തീരുമാനിക്കാനുള്ള അവകാശം ജമാഅത്ത് ഇസ്ലാമിക്കാണ്. മീഡിയ വണ്ണിൻ്റെ ഡയറക്ടറെ തീരുമാനിക്കാനുള്ള അവകാശം മീഡിയ വണ്ണിനാണ് എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസ്സിനാണ്. നിങ്ങൾക്കതിൻ്റെ പ്ലസും മൈനസും ഒക്കെ പറയാം. ഇന്നയാളെ തീരുമാനിച്ചാൽ ഇന്ന കാര്യങ്ങളുണ്ടാവും, ഇന്നയാളെ തീരുമാനിച്ചാൽ ഇന്ന കാര്യങ്ങളുണ്ടാവും. അതാണല്ലോ വാർത്ത എന്ന് പറയുന്നത്. ബാക്കിയുള്ള ചാനലുകളൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. ഇത് നിങ്ങളൊരാളുടെ പേര് വെച്ച് അയാൾക്ക് എന്താണ് അർഹത എന്ന് ചോദിച്ചാൽ, എന്നാ പാടാമോനെ നിഷാദെ റാവുത്തറെ നിനക്ക് അതിൻ്റെ അർഹത എന്ന് ആഗ്രഹിക്കുന്ന പോലെ തോന്നും. കഷ്ടം. ഇതെന്തൊരു മാധ്യമ പ്രവർത്തനം.